വിശദമായ വാർത്തകളിലേക്ക്. വിവാദ ഭൂമികളിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പിന്റെ പദ്ധതി. ആറന്മുള, മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷിയിറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദിനകർ ചേരുകയാണ്. ദിനകർ, എന്താണ് തീരുമാനം? അജിംഷാദ്, വിവാദ ഭൂമികളിൽ അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായി ദുർബല പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നയമാണ് ഇത് എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെത്രാൻകായലിലും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്ത ആറന്മുളയിലെ നെൽപ്പാടങ്ങളിലും കൃഷി ചെയ്യാനുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുന്നത്. ഇതിന്റെ നിയമസാധുതയാണ് സർക്കാർ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിയിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഈ മാസം 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 17 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി മെത്രാൻകായൽ സന്ദർശിക്കും. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണം. 17-നുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജിംഷാ, ശരി ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫ്ലോറിഡയിൽ സ്വവർഗ അനുരാഗികളുടെ നിശാ ക്ലബിലുണ്ടായ വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഏറ്റെടുത്തു. IS ഭീകരനാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ തന്നെ അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയ ഒമർ മദീൻ എന്ന യുവാവിന് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. FBI അന്വേഷിക്കും. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബിൽ അതിക്രമിച്ചു കടന്ന യുവാവ് വെടിയുതിർത്തത്. വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഒർലാൻഡോയിലെ പൾസ് ക്ലബിൽ കടന്ന തോക്കുധാരി ചുറ്റുപാടും വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഫ്ലോറിഡയിൽ താമസക്കാരനായ ഒമർ സാദിഖ് മാറ്റീനാണ് വെടിവെയ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഭീകര സംഘടനയായ ISനോട് അനുഭാവമുള്ള ട്വിറ്റർ അക്കൌണ്ടിൽ യുവാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ഭീകരാക്രമണമാണെന്ന സംശയം ശക്തമായി. എന്നാൽ ആക്രമിക്ക് ISുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ FBI ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒർലാൻഡോയിൽ വെള്ളിയാഴ്ച രാത്രി യുവഗായിക ക്രിസ്റ്റീന ഗ്രിമ്മി സംഗീത പരിപാടിക്ക് ശേഷം യുവാവിന്റെ വെടിയേറ്റ് മരിച്ചതിനു പിന്നാലെയാണ് ഇന്നലത്തെ കൂട്ടക്കൊല. സെപ്റ്റംബർ 11 ന്യൂയോർക്ക് ആക്രമണത്തിനു ശേഷം അമേരിക്ക നടങ്ങിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി ഫ്ലോറിഡയിലെ നിശാ ക്ലബ് ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ-DMKയെ NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ-DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട ഫെയിം സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും സാബു പറഞ്ഞു. ഉന്നയിക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് സാബു പറഞ്ഞു. രാമകൃഷ്ണനെയും തന്നെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്നും സാബു ചോദിക്കുന്നു. ഇരുവരുടെയും പേരിൽ ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്നും സാബു. രാമകൃഷ്ണൻ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? 2 പേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി
മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. എന്നാൽ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തനിക്ക് സാബുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ സമ്പത്തിൽ മാത്രമായിരുന്നു സാബുവിന്റെ കണ്ണെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് സാബുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സാബു ഒരിക്കൽ പോലും സാബുവിനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സാബു വന്നിട്ടില്ല. സാബു എന്താ ഉദ്ദേശം? ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് സാബുവിന് എന്റെ സഹോദരന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ എന്റെ സഹോദരനിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക. അത് വളരെ സത്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. KPCC മേഖലാ സമിതി യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. തോൽവി സംബന്ധിച്ച പരിശോധനയാണ് യോഗത്തിൽ നടക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സജേഷ് ചേരുന്നു. സജേഷ്, എടുത്തു പറയാവുന്ന എന്തെങ്കിലും പുരോഗതികൾ യോഗത്തെ സംബന്ധിച്ചുണ്ടോ? 3 മണിക്ക് ഞാൻ വീഡിയോ തരാം. സജേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. തീർച്ചയായും തിരുവനന്തപുരത്ത് തോൽവിക്ക് ശേഷം, കോൺഗ്രസിനേറ്റ വലിയ തോൽവിക്ക് ശേഷം നടക്കുന്ന യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സജേഷ് തന്നെ ഒരിക്കൽ കൂടി ചേരുന്നു. സജേഷ്, KPCC മേഖലാ സമിതി യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. എടുത്തു പറയാവുന്ന എന്തെങ്കിലും പുരോഗതികൾ യോഗത്തെ സംബന്ധിച്ചുണ്ടോ? ജിംഷാദ്, യോഗം അവസാനിച്ചു. ഏത് തരത്തിൽ പരാജയം അന്വേഷിക്കണമെന്ന ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ വിശദമായൊരു വിലയിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ യോഗത്തിന് ശേഷം സുധീരൻ ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ പറഞ്ഞത്, മുൻപ് തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അവസ്ഥയായിരിക്കില്ല ഈ റിപ്പോർട്ടിനുണ്ടാകുക. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും. ജൂലൈ 5-ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ അറിവോടുകൂടിയാണ് ഈ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സമിതിയുടെ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ അത് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഉത്തരവാദികളായവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അജിം ഷാ. ശരി സജേഷ്. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് വാർത്തകളിലേക്ക്. വിദേശത്ത് കറങ്ങി നടക്കുന്ന മോദി രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് പണം നൽകുന്നില്ലെന്നും കനയ്യകുമാർ. UP ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് ദാദ്രിയിലെ മട്ടൺ ബീഫായതെന്നും കനയ്യകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. UP election, mutton became beef, and now morph video became authentic. So it is a larger conspiracy against the students, against those who are fighting for the betterment of the society, against them those want equality and justice for the all. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ MLA ഹോസ്റ്റലിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം VS അച്യുതാനന്ദന്റെ ഓഫീസിലെത്തി. നെയ്യാർ ബ്ലോക്കിലെ 1D ആണ് VS അച്യുതാനന്ദന്റെ ഓഫീസ്. ഒരു 11 മണി ഉച്ചയ്ക്ക് മുമ്പും ഒരു 4-ന് ശേഷം ഉച്ചയ്ക്ക് ശേഷവും എന്ന് പൊതുവെ പറയാവുന്നതാണ്. അത്യാവശ്യമുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ മാന്ത്രികം ഉണ്ടാകും. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പൗലോസ് മാർ ദ്വിതീയൻ കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാതോലിക്ക ബാവ ആശംസകളും നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റും ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പിണറായിയിലെ പുത്തൻകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. പിണറായിയിൽ നിന്നുള്ള വനിതാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളുമാണ് ലളിത കുമാരമംഗലത്തിന് പരാതി നൽകിയത്. പിണറായി പുത്തൻകണ്ടത്തെ BJP RSS പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം എത്തിയത്. എന്നാൽ CPIM അക്രമം നടത്തുന്നുവെന്ന് ദേശീയതലത്തിൽ പ്രചരിപ്പിക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സന്ദർശനമെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായിലെ വെണ്ടുട്ടായിലും പുത്തൻകണ്ടത്തുമെല്ലാം RSS നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളും കമ്മീഷനിൽ പരാതി നൽകിയത്. സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന അതിക്രമങ്ങളും സംഘം കമ്മീഷനെ ബോധിപ്പിച്ചു. അഡ്വക്കേറ്റ് P. വിമലകുമാരി. പിണറായിയിൽ സ്ഥിരമായി സ്ത്രീകളെയും കുട്ടികളെയും
മാനഭംഗപ്പെടുത്തുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആക്രമണം നടത്തുകയും റേപ്പ് ചെയ്യുകയും ബലാത്സംഗം അടക്കം സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുകയാണ്. പേടി കൊണ്ട് സ്ത്രീകളും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിനെതിരെ തീർച്ചയായും ലോയേഴ്സ് യൂണിയനും മഹിളാ അസോസിയേഷനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരവിടെ വന്ന് പരാതികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. കേരളത്തിന് ചുമതലയുള്ള കമ്മീഷൻ അംഗം സുഷമ സുഹയെയും സംഘം സന്ദർശിച്ചു. അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ കുറ്റക്കാരായവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട് 11 പേരുൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഈ മാസം 2 കോടതി വിധിച്ചിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും മനുഷ്യത്വരഹിതമായ കുറ്റം ചെയ്തവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകരുതെന്നും തെറ്റുതിരുത്താൻ അവസരം നൽകണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. 2002 ഫെബ്രുവരി 28 നടന്ന കൂട്ടക്കൊലയിൽ മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 47 ദിവസമാണ് യന്ത്രബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. മൺസൂൺ സമയത്തെ ഈ 1.5 മാസക്കാലം മീനുകളുടെ പ്രജനമാസമായതിനാലാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം. അപ്പോൾ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് എല്ലാവരുടെയും ആവശ്യകതയായതുകൊണ്ട് അതിനുകൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്താകെ 6397 യന്ത്രവൽകൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10,000 കുടുംബങ്ങൾക്ക് വരുന്ന 1.5 മാസം വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവരെ പിടികൂടാൻ മെറൈൻ എൻഫോഴ്സ്മെന്റ് പൂർണ്ണസമയം പട്രോളിംഗ് നടത്തും. തീരദേശ പോലീസും എല്ലാ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കക്കയം ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഏക സർക്കാർ സ്കൂളിന്റെ നിർമ്മാണത്തിലും സ്ഥലം വാങ്ങിയതിലുമാണ് ക്രമക്കേട് നടന്നത്. കോഴിക്കോട്ടെ മലയോര പ്രദേശമായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ചെങ്കുത്തായ പാറക്കെട്ടിന് നടുവിൽ കാലിത്തൊഴുത്ത് പോലൊരു കെട്ടിടം. ഈ പാറക്കെട്ട് വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനുമായി 40 ലക്ഷം രൂപ ചെലവായി എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. പാറക്കെട്ടുള്ള സ്ഥലം സ്കൂളിനായി വാങ്ങിയപ്പോൾ താഴെ റോഡിനോട് ചേർന്നുള്ള 60 സെന്റ് ഭൂമി അന്നത്തെ പ്രധാനാധ്യാപകൻ സ്വന്തം പേരിലാക്കിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണനും അന്നത്തെ ഭരണസമിതിയിലെ ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. കക്കയം റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന KSCBയുടെ കെട്ടിടത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് കാട്ടാനിറങ്ങുന്നതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയക്കുകയാണ്. അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ 8 കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗശൂന്യമായതിനാൽ പുതുതായി ചേരാൻ വന്ന 20ഓളം കുട്ടികൾ സമീപത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറി. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന LP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ക്രമക്കേടുകൾ കാണണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കക്കയത്തു നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കാലവർഷം സജീവമായതോടെ ഇടുക്കി, കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കൃഷിപ്പാടങ്ങളും സജീവമായി. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള കൃഷിക്ക് ഇത്തവണ സർക്കാർ സഹായം ഉണ്ടാകുമെന്ന വിശ്വാസവും കർഷകർക്കുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിഷമയ പച്ചക്കറികൾ തടഞ്ഞാൽ തങ്ങളുടെ വിളകൾക്ക് വില കൂടുതൽ ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ.
കാലവർഷം സജീവമായതോടെ കാന്തല്ലൂരിലെ കൃഷിഭൂമികളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷിയും സജീവമായി. ശീതകാല പച്ചക്കറി വിളയുടെ കലവറയായ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിൽ ഇത്തവണയും കൂടുതൽ കർഷകരും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി വിളകളാണ് കൃഷി ഇറക്കുന്നത്. കീടനാശിനി പ്രയോഗം പരമാവധി ഒഴിവാക്കിയാകും ഇത്തവണത്തെ കൃഷി. വിഷാംശമുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് കൃഷിക്കാരുടെ മുന്നൊരുക്കം. പ്രകൃതി കനിഞ്ഞാൽ അടുത്ത ഓണം നാളുകളിൽ കേരളത്തിന്റെ ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്ക് കഴിയുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. കഴിഞ്ഞ വേനൽ കാലത്ത് നന്നായിട്ട് ഒരു വരച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൃഷിയൊക്കെ എല്ലാം പോയി, വെള്ളം പോലും ഇല്ലാതാണ് കിടന്നത്. ഈ മേടമാസത്തിൽ ഒരു 2 മഴ കിട്ടി. ആ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പം ഞങ്ങളെ പാടങ്ങളൊക്കെ എല്ലാം ഒരുക്കി, കൃഷിസ്ഥലങ്ങളൊക്കെ എല്ലാം ഒരുക്കി വിത്തിടലും ക്യാരറ്റിടലും ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഈ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ കൃഷിന്റെ സംഭവിച്ച് എന്താണെന്ന് വെച്ചാൽ കേരളത്തില് അപ്പോൾ ഓണം ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓണത്തിന്റെ സംഭവിച്ചാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത് വെച്ചാൽ ആ മഴയും ഈ കാലാവസ്ഥയും നന്നായിട്ട് ഒത്തുകിട്ടിയ ഓണത്തിന്റെ നമ്മളെവിടെയും വേറെ സംസ്ഥാനത്ത് പോയി അന്വേഷിക്കേണ്ട, ഇവിടെ കാന്തല്ലൂരിൽ തന്നെ ഈ കേരളത്തിനുള്ള പച്ചക്കറി ഓണത്തെ സമയത്ത് എടുക്കാനുള്ള സംവിധാനം കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഓണവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറിയുടെ വരവ് സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർ വെച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.